നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഹിമവൽ ഭദ്രാനന്ദ എന്ന തോക്ക് സ്വാമിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ഒട്ടേറെ വിവാദങ്ങൾക്കപ്പുറം ചില സാമൂഹ്യ രാഷ്ട്രീയ ഇടപെടലൊക്കെ നടത്തി അദ്ദേഹം ഇടയ്ക്ക് രംഗത്തെത്താറുണ്ട്. ഇക്കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില രാഷ്ട്രീയ പ്രഖ്യാപനവുമായി തോക്ക് സ്വാമി വീണ്ടും പ്രത്യക്ഷപ്പെട്ടതാണ്. എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് തൊട്ട് മുൻപ് ഈ തോക്ക് സ്വാമിയുടെ മുറിയിൽ നിന്നും അദ്ദേഹം താമസിച്ച ഫ്ലാറ്റിൽ നിന്നും ചില ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ കേട്ടു. ഒരു യുവാവ്, അതായത് തോക്ക് സ്വാമിയുടെ അനുയായിയായിട്ടുള്ള അജയ് കുമാർ എന്ന BBA വിദ്യാർത്ഥിയുടെ മരണം. ഈ മരണത്തോടു കൂടിയാണ് വീണ്ടും തോക്ക് സ്വാമിയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വീണ്ടും ചർച്ചയാകുന്നത്. തോക്ക് സ്വാമിയുടെ മുറിയിലെത്തിയ യുവാവിനെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ആ മുറിയിൽ നിന്നും, അതായത് 3ാം നിലയിൽ നിന്നും ഈ യുവാവ് താഴേക്ക് ചാടി മരിച്ചെന്നാണ് പോലീസ് നൽകുന്ന വിവരം. പക്ഷെ ഇതിൽ നിലവിൽ പോലീസ് യാതൊരു ദുരൂഹതയൊന്നും സംശയിക്കുന്നില്ല. പക്ഷേ എങ്കിൽ പോലും വിശദമായി കേസുമായി ബന്ധപ്പെട്ട് യുവാവിൻ്റെ, അജയ് കുമാർ എന്ന യുവാവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ആ മുറിയിൽ അന്ന് സംഭവിച്ചത്? മരണത്തിൽ ദുരൂഹതയുണ്ടോ? ഇതാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. CV അനുമോദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഈ തോക്ക് സ്വാമി, അതായത് ഹിമവൽ ഭദ്രാനന്ദയും സ്പോട്ട് ലൈവിൽ തത്സമയം ചേരും. ഈ സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കുമെന്നാണ് നമുക്ക് കരുതേണ്ടത്. ആദ്യം അനുമോദിലേക്കാണ്. അനുമോദ്, ഈ യുവാവിൻ്റെ മരണത്തിൽ നിലവിൽ ദുരൂഹതയില്ല എന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് ആ യുവാവ് ഈ സ്വാമിയുടെ, അതായത് ഹിമവൽ ഭദ്രാനന്ദയുടെ മുറിയിലെത്തിയത്? എങ്ങനെയാണ് അവിടെ നിന്നും താഴെ ചാടി മരിച്ചത്? ഇക്കാര്യങ്ങളിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. പോലീസ് എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരം? അനുമോദ്. ടോമി, ഇതിൽ ദുരൂഹതയല്ല, മറിച്ച് അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അസ്വാഭാവികമായിട്ടുള്ളൊരു മരണമെന്ന് മാത്രമാണ് പോലീസ് ഇതിനെ ഇപ്പോൾ വിലയിരുത്തുന്നത്. അപകട മരണമായിട്ട് തന്നെയാണ് കാണുന്നത്. ഈ സംഭവ ദിവസം ഈ ഹിമവൽ ഭദ്രാനന്ദ റൂമിൽ തന്നെയാണ് ഇയാളും താമസിച്ചിരുന്നത്. ഇദ്ദേഹം സുഹൃത്തുക്കളുമായി ആദ്യം താഴെ നിന്ന് മുകളിലേക്ക് വരുന്നു. ഇയാൾ ലഹരിക്ക് അടിമയായിരുന്നു, അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന തരത്തിലൊക്കെയാണ് നമുക്ക് അറിയുന്നത്. നമുക്കത് പറയാനാകില്ല, നമുക്കത് സ്ഥിരീകരിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് സൂചനകൾ. ഇയാൾ മറ്റുള്ളവർ പിടിച്ച് സഹായത്താലാണ് ഇയാൾ നടന്നിരുന്നത്. തുടർന്ന് ഇദ്ദേഹത്തെ ഈ ഹിമവൽ ഭദ്രാനന്ദ റൂമിലേക്ക് ആക്കി ഇയാളുടെ സുഹൃത്തുക്കൾ മടങ്ങിപ്പോയി. അതിനുശേഷം എപ്പോഴോ ഇയാൾ എണീച്ച് പുറത്തേക്ക് പോയപ്പോൾ ഈ കാൽ വഴുതി താഴേക്ക് വീണതാകാമെന്നാണ് നിലവിൽ പോലീസിൻ്റെ ഒരു വിലയിരുത്തലുള്ളത്. അതായത് ഉറക്കത്തിനിടയിലോ അല്ലെങ്കിൽ രാത്രി സ്വബോധമില്ലാത്ത സാഹചര്യത്തിലോ എപ്പോഴോ ഇയാൾ ഈ ഗ്രില്ലിനടുത്തേക്ക് വരികയും 4ാം നിലയിൽ നിന്ന് താഴേക്ക് അബദ്ധത്തിൽ കാൽ വഴുതി താഴേക്ക് വീണതാകാം. അങ്ങനെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് എന്നാണ് നിലവിൽ പോലീസ് പറയുന്നത്. തുടർന്ന് പോലീസാണ് ഈ ഇദ്ദേഹത്തെ ഹിമവൽ ഭദ്രാനന്ദയെ ഇക്കാര്യം വിവരമറിയിക്കുന്നതും പോലീസ് വന്നപ്പോഴാണ് ഇയാളത് അറിയുകയും ചെയ്യുന്നത്. നിലവിൽ അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കുടുംബവും ഇതുവരെ ഈ മരണത്തിൽ ദുരൂഹതയൊന്നും ആരോപിച്ചിട്ടില്ല. പോലീസിൻ്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഇതൊരു അപകട മരണം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. അനുമതി, കുടുംബത്തിന് ഏതെങ്കിലും രീതിയിലുള്ള പരാതിയോ സംശയമോ ഉണ്ടോ? അവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നമുക്ക് ലഭിക്കുന്ന വിവരം, കുടുംബം ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ പരാതികളുമായി രംഗത്തെത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഈ പോലീസുമായി നമുക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം. നിലവിൽ ഇതൊരു ദുരൂഹത ആരോപിക്കേണ്ട ഒരു സാഹചര്യം ഇതിലില്ല എന്ന് തന്നെയാണ് പോലീസിൻ്റെ ഇതുവരെയുള്ള വിലയിരുത്തൽ. കുടുംബവും അത്തരത്തിലൊരു ആക്ഷേപമോ ആരോപണവുമായി രംഗത്തെത്തിയിട്ടില്ല. ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതൊരു നമുക്ക് ലഭിക്കുന്ന ഒരു വിവരമാണ്. നമ്മളത് അങ്ങനെയാണ് എന്ന് പറയുന്നില്ല, പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഇതിലുണ്ട്, അങ്ങനെ ഒരു പശ്ചാത്തലം ഇതിലുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇയാളെ അത്തരത്തിൽ മുകളിലേക്ക് തനിയെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു സുഹൃത്തുക്കൾ. അതുകൊണ്ട് ഇയാളെ എടുത്ത് അല്ലെങ്കിൽ തോളിൽ കയറ്റി അല്ലെങ്കിൽ തോളിൽ പിടിച്ച് മുകളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അങ്ങനെയാണ് ഇയാളെ റൂമിൽ എത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ തനിയെ നടക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലായിരുന്നില്ല ഈ യുവാവ് എന്നാണ് പോലീസിൽ നമുക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം. അങ്ങനെ ഉള്ള ഒരാൾ ഒരുപക്ഷെ രാത്രി ഉറക്കത്തിനിടെ മുന്നോട്ട് നീങ്ങിയപ്പോൾ കാല് തെറ്റി വീണതാകാം ഈ ഒരു അപകടത്തിലേക്ക് വഴിയൊരുക്കിയത്. അത്തരത്തിലൊരു സാഹചര്യം തന്നെയാണ് ഇതിന് പിന്നിൽ ഇതുവരേക്കും പോലീസും വിശദമാക്കിയിട്ടുള്ളത്. ഈ സംഭവത്തിൽ
ഈ ഹിമവൽ ഭദ്രാനന്ദിയുടെ വിശദീകരണം എന്തെങ്കിലും പുറത്തു വന്നിട്ടുണ്ടോ? ഇദ്ദേഹത്തെ പോലീസ് ചോദ്യം ചെയ്തിരുന്നോ? നിലവിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലോ മറ്റോ ഏതെങ്കിലും ഇതിലുള്ള അസ്വാഭാവികതയുണ്ടോ? എന്താണ് പോലീസ് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ മരണവുമായി ബന്ധപ്പെട്ട് നൽകുന്ന റിപ്പോർട്ടിലുള്ള വിവരങ്ങൾ എന്താണ്? അനുമോദൻ. പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അതിൽ ഈ പറയുന്ന മുകളിൽ നിന്ന് വീണു, അതിനെ തുടർന്നാണ് മരണം എന്ന തരത്തിൽ തന്നെയാണ് പറയുന്നത്. മറ്റൊരു പുറമേ നിന്നൊരു ബലപ്രയോഗം ഉണ്ടായതിൻ്റെയോ അല്ലെങ്കിൽ അത്തരത്തിൽ വേറെ ഏതെങ്കിലും ഒരു അസ്വാഭാവികതയുടെയോ മറ്റ് ലക്ഷണങ്ങളൊന്നും തന്നെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടില്ല. മുകളിൽ നിന്ന് വീട് അനുമോദിലേക്ക് എത്താം. ഇപ്പോൾ ഹിമവൽ ഭദ്രാനന്ദ ചേരുന്നുണ്ട്. സ്വാമി, താങ്കളുടെ ഒരു അനുയായി ആയിട്ടുള്ള BBA വിദ്യാർത്ഥിയായിട്ടുള്ള അജയ് കുമാറിന്റെ മരണം നിലവിൽ പോലീസ് പറയുന്നു അതിനകത്ത് അസ്വാഭാവികത ഒന്നുമില്ല, അതായത് ദുരൂഹതയില്ല എന്ന് പോലീസ് പറയുന്നുണ്ട്, അപകട മരണമാണെന്ന് പറയുന്നുണ്ട്. താങ്കളുടെ മുറിയിൽ എത്തിയ ശേഷമാണ് ഈ സംഭവം നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് താങ്കൾ പ്രത്യേകിച്ചും താങ്കൾ ആ സമയത്ത് ഉറക്കമായിരുന്നു എന്നാണ് പോലീസും പറയുന്നത്. താങ്കൾ പോലീസിന് നൽകിയ മൊഴി അതാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? അതായത് ഈ മോൻ, ഈ അജയ് എന്ന് പറയുന്ന കുട്ടി രാവിലെ തൊട്ട് എൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം 18-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ആ കുട്ടിയെ കാണുന്നത്. അതിനുശേഷം നമ്മൾ 20-ാം തീയതി ഞാൻ നിലമ്പൂർ എത്തുമ്പോൾ മൈസൂരിൽ നിന്ന് നമ്മുടെ കൂട്ടത്തിൽ ഈ കുട്ടിയും നമ്മുടെ കൂടെ വന്നു. രാവിലെ തൊട്ട് ഇവൻ വളരെ ഒരു വളരെ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയെ നമ്മൾ ഈ സമൂഹത്തൊന്നും ഞാൻ കാണാൻ കഴിയാത്തൊരു, എനിക്കത് അവന്റെ ആ മോഹം പോലും എനിക്ക് മറക്കാൻ പറ്റുന്നത്. ഐ എം സ്റ്റിൽ ഇൻ ദാറ്റ് ഷോക്ക്. അതായത് ഇവൻ നല്ലപോലെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ തൊട്ട് ഈ കുഞ്ഞ് മദ്യപിക്കുന്നതായിരുന്നു. അത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല, കാരണം അതിന്റെ സ്മെല്ലൊന്നും അടിക്കുന്നില്ലായിരുന്നു. പക്ഷെ പിന്നീട് എക്സിക്യൂട്ടീവ് ബാറിൽ പോകുന്നതും വരുന്നതും ഒക്കെ CCTVയിലും വിവരം പിന്നീടാണ് നമ്മളെല്ലാവരും അത് തിരിച്ചറിയുന്നത്. അപ്പൊ ഇവന് ഈ മദ്യപിച്ചിട്ട് വൈകിട്ട് എനിക്ക് ഭക്ഷണം മേടിക്കാൻ റൂമിൽ ഭക്ഷണം ഇവരെല്ലാരും കൊണ്ടുതന്നു. തന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ നീ എന്തിനാടാ ഇത്രയും ഇങ്ങനെ മദ്യപിക്കണേ? അത് അല്പം മദ്യം ബുദ്ധിയെ തെളിയിക്കുന്ന ബൈബിളിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കൂടുതലും മദ്യം കഴിച്ച തമോ ഗുണത്തിലേക്ക് എത്തും, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഇവനെ മുറിയിലേക്ക്, ഇവര് താമസിക്കുന്ന വേറൊരു ഹോട്ടലിലാണ്, അവിടത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടീനെയും കൂട്ടി ഞാൻ അങ്ങോട്ട് വിട്ടു. പക്ഷെ ഇവൻ താഴെ ഇറങ്ങിയിട്ട് ഇവൻ ആ റൂമിലേക്ക് പോവാതെ അവിടെ നിന്ന് ആ പയ്യനുമായിട്ട് തർക്കിച്ചുകൊണ്ട് നിൽക്കായിരുന്നു. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിന്റെ വൈഫ് വിളിച്ചിട്ട് പകുതി വഴിയിലെത്തുമ്പോൾ ഈ അജയുടെ ഫ്രണ്ട് ആണ് ഇവനെ കൊണ്ടുപോകാൻ വേണ്ടി നിന്നെ. ആ കുട്ടീനെ വിളിച്ചിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് അവനെ കൂടെ കൂട്ടണം, കാരണം അവന് അപസ്മാരം വരുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് നിർത്താൻ പാടില്ല. പിന്നെ അവന് മദ്യം ഒന്നും കൊടുക്കാൻ അവിടെ കിട്ടാനുള്ള ഒരു വഴിയൊന്നും കൊടുക്കരുത്, അവൻ ബാറിലെങ്ങാനും കയറി പോകുമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഇദ്ദേഹം തിരിച്ചു വന്നപ്പോ ഇദ്ദേഹത്തിനെ അവിടെ കാണുന്നില്ല. അങ്ങനെ കാണാതിരുന്നപ്പോ ഇവൻ അവിടെയൊക്കെ നോക്കിയപ്പോ ഇവൻ ഒരു സോഫയില് ഈ ബോധം കെട്ടിട്ട് ഇങ്ങനെ അൺകോൺഷ്യസ് ആയിട്ട്, മീൻസ് അബോധാവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെ എന്റെ റൂമിൽ വന്നിട്ട് എനിക്ക് കൂട്ടു നിൽക്കുന്ന പയ്യനായിരുന്നു പുറത്തു പോയ അദ്ദേഹം ഡോറിൽ വന്ന് തട്ടിയപ്പോൾ ഞാൻ തുറന്നപ്പോ ഇവൻ എനിക്ക് കൂട്ട് കിടക്കാൻ വേണ്ടി നിന്ന പയ്യനാണ്. അപ്പം ഞാൻ ഉറക്കത്തിൽ ഞാൻ വന്ന് ഡോറ് തുറന്നു. ഞാൻ പറഞ്ഞു, നീ എത്തി വന്നാ കയറി കിടക്കുന്നു പറഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ കയറി കിടന്നു. ആ സമയത്ത് ഇവനെ വെളിയിൽ കിടന്ന ഈ കുട്ടീനെ എടുത്ത് അവിടെ കസാരയില് ഈ പയ്യൻ ഇരുത്തി. ഇവർ രണ്ടുപേരും അവിടെ ഇരുത്തിയിട്ട് അവന്റെ വൈഫിന്റെ അടുത്ത് പോയി തിരിച്ചു വരുന്ന ഗ്യാപ്പിലാണ് ഇത് സംഭവിക്കുന്നത്. ആ സമയത്ത് ഞാൻ അറിയുന്നില്ല ഇവനെ കൊണ്ട് അവിടെ ഇരുത്തിയതും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണെന്ന്. ഈ പയ്യൻ ഞാൻ ഉറങ്ങുന്നത് കൊണ്ട് തന്നെ എന്നെ വിളിച്ചുകൊണ്ടെത്തണ്ടെന്ന് കരുതിയിട്ട് ഇവൻ അങ്ങോട്ട് പോയതാ. ആ ഗ്യാപ്പിലാണ് ഈ സംഭവം അവിടെ ഉണ്ടാവുന്നത്. എന്നിട്ട് പോലീസ് വന്ന് എന്റെ മുറിയിൽ വന്ന് കതവ് തട്ടുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെയൊക്കെ അവിടെ സംഭവം. പോലീസ് ചോദിച്ചു, എവിടെന്നാ ഈ പിള്ളേർ കൂടിയത്, എങ്ങനെയാ നിങ്ങൾക്ക് ഈ പയ്യനെ അറിയാവോ, എന്താ ഇതിന്റെ ഇത്? ഞാൻ ചോദിച്ചു, കാര്യം എന്താന്ന് ചോദിച്ചു. പറഞ്ഞു, ഇതിലൊരു പയ്യൻ മരണപ്പെട്ടു. ഞാൻ ചോദിച്ചു, എങ്ങനെയാ സംഭവിച്ചത്? പറഞ്ഞു, ഈ ബിൽഡിംഗ്. ഈ യുവാവ് അജയ് ചാടിയത് താങ്കളുടെ മുറിയിൽ നിന്നാണോ അതോ പുറത്തു നിന്നാണോ? അതെ, അതായത് എന്റെ മുറിയിലാണല്ലോ, ഞാൻ കിടന്ന മുറിയിലാണല്ലോ ഈ പിള്ളേർ കൊണ്ട് ഇരുത്തുന്നത്. ഇവൻ വെളിയിൽ കിടന്ന ഇവനെ എന്റെ മുറിയിൽ കൊണ്ട് സേഫായിട്ട് ഇരുത്താന്ന് കരുതിയിട്ട് കൊണ്ടിരുത്തിയതാ. ആ ഇരുത്തുന്ന അവിടുന്നാണ്, അവിടുത്തെ ജനലിൽ നിന്നാണ് ഈ പയ്യൻ. അങ്ങനെ താങ്കളുടെ മുറിയിൽ നിന്നും ഒരു യുവാവ് ചാടി എന്ന് പറയുമ്പോൾ അത് താങ്കൾ അറിഞ്ഞില്ല എന്ന് പറയുന്നത് അങ്ങനെ വിശ്വസിക്കാവുന്ന കാര്യമാണ്? ഞാൻ ഉറങ്ങിക്കിടക്കല്ലേ, ഈ പയ്യൻ അവിടെ വന്നതും അവനെ കൊണ്ട് ഇരുത്തിയതും ഒന്നും ഞാൻ അറിയുന്നില്ല. അതായത് വെളിയിൽ കിടന്ന്
വെളിയിലും ബോധം കെട്ട് കിടന്ന ഒരു കുഞ്ഞിനെ ഇവനെ മുറിക്കകത്ത് കൊണ്ടിരുത്തുന്നത് ഞാൻ കാണുന്നില്ല. ഞാൻ ഉറങ്ങുകയാണ് ആ സമയത്ത്. ഞാൻ ഡോറ് തുറന്നിട്ട് വീണ്ടും വന്ന് കിടന്ന ഗ്യാപ്പിലാണ് ഇത് നമ്മുടെ കൂടെയുള്ള പയ്യൻ ഇദ്ദേഹത്തെ പിടിച്ച് അകത്തിരുത്തിയിട്ട് പോകുന്നത്. അവനെ സേഫായിട്ട് അവിടെ ഇരുത്താൻ വേണ്ടിയായിരുന്നു അവൻ അവിടെ കൊണ്ടിരുത്തിയത്. പക്ഷെ ഇദ്ദേഹം അവിടെ നിന്ന് ചാടിയത് ഞാൻ അറിയുന്നില്ല. ഞാൻ ഉണർന്നിരിക്കുകയാണെങ്കിൽ ഞാൻ ചാടാൻ അനുവദിക്കുമോ? അല്ലെങ്കിൽ എന്നെ ഒന്ന് ഇന്റിമേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ അവന്റെ കൂടെ കൂട്ടിരിക്കില്ലായിരുന്നോ? ഞാനൊരു 4-5 ദിവസത്തെ ഉറങ്ങാതെ ഇലക്ഷൻ അബദ്ധത്തിൽ ചാടിയ ഈ പറയുന്ന നിലത്തേക്ക് വീണതായിരിക്കുമോ അതോ ഒരു ആത്മഹത്യ എന്നാണോ സംശയിക്കേണ്ടത് സ്വാമി? എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ പോലീസിന്റെ നിഗമനം എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ കരുതി വല്ല ഛർദ്ദിക്കാൻ വല്ലതും വന്നപ്പം അങ്ങനെ വീണതാണോ അല്ലെങ്കിൽ അവിടെ ഇരുന്നപ്പോ വീണതാണോ എന്നായിരുന്നു നമ്മൾ സംശയിച്ചത്. അങ്ങനെ വീഴുകയാണെങ്കിൽ പോലും ഈ ജനലിന്റെ താഴെ ഇരിക്കുന്ന ചൈന ഓടാണ് അടുക്കിയിരിക്കുന്നത്. അത് ഒരു വിരൽ കൊണ്ട് തട്ടിയാൽ തന്നെ പൊട്ടിപ്പോവും. ആ ഓട് അത്രയും പൊട്ടണം. പക്ഷെ അവിടുത്തെ ഓടുകളൊന്നും പൊട്ടിയിട്ടില്ല. ഇത് പൊട്ടിയിരിക്കുന്നതെന്ന് പറയുന്നത് ഏറ്റവും താഴത്തെ നിലയില് ലാസ്റ്റ് പോർഷനിലുള്ള ഓടാണ്. അതായത് 2ാമത്തെ നിലയുടെ താഴെയുള്ള ഓടിന്റെ അറ്റമാണ് പൊട്ടിയിരിക്കുന്നത്. അത് അത്രയും ഇതിൽ ചാടിയാൽ മാത്രമേ, അതായത് ഒരു അവിടെ സംസാരിച്ച വാക്കെന്ന് പറഞ്ഞാൽ ഷൈൻ ടോം ചാക്കോ പോലീസ് വന്ന സമയത്ത് ജനലിലൂടെ ചാടിയതുപോലെ സമാനമായ ഒരു ചാടൽ ഉണ്ടാവാതെ അങ്ങനെ ഒരു പൊട്ടൽ അവിടെ വരില്ല. പിന്നെ അതുപോലെ തന്നെ ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാം പോലീസിന് അത് മനസ്സിലാക്കി അവരതെല്ലാം അന്വേഷണം നടത്തി. അതിലെല്ലാം പറയുന്നതിലും എല്ലാം ക്ലിയർ ആണ്. അതിൽ പ്രത്യേകിച്ച് അവിടെ മുറിയിൽ വേറെ ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. എല്ലാ അന്വേഷണവും പോലീസ് കൃത്യമായിട്ട് തന്നെ നിഷ്പക്ഷമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. ഞാൻ അപ്പൊ പോലീസിന്റെ അടുത്ത് പറഞ്ഞു ഇതിൽ എന്റെ പേര് ഇൻവോൾവ് ആയ കേസാണ്. ഇത് താങ്കൾ ഈ മരിച്ച അജയുമായി എത്ര നാളത്തെ ഒരു പരിചയമുണ്ട്? താങ്കളുടെ അനുയായിയാണോ? എന്തിനാണ് ഈ യുവാവ് നിലമ്പൂരിലെത്തിയത്? നിലമ്പൂരിലെത്തിയത് ഈ മോനുമായിട്ട് ഈ കുട്ടിയായിട്ട് എനിക്ക് പരിചയം 4 ദിവസത്തെ പരിചയമുള്ളൂ. ഇവിടുത്തെ കർണാടകയിലും കേരളത്തിലും ഈ ആന്റി ഡ്രഗ്സിനെതിരെയും അതുപോലെ തന്നെ ഈ റാഗിങ്ങിനെതിരെയും ഒരുപാട് സർവീസുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് കുറെ നാളുകളായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പൊ ഈ അജയുടെ കൂട്ടുകാർക്ക് അറിയാം അവരുടെ കോളേജിലെ ഇഷ്യൂസ്. അതുപോലെ ഈ മയക്കുമരുന്നിനെതിരെ നമ്മൾ നിയമപരമായിട്ടും പോലീസിലൂടെയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കുട്ടികളെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കോളേജിൽ ഡ്രഗ്സ് യൂസേജ് കൂടുതലായതുകൊണ്ട് അവിടെയും കൂടെ ഇതൊന്ന് നിർത്തണമെന്ന് പറഞ്ഞിട്ട് ഇവൻ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് മുന്നിട്ട് വന്ന ഒരു കുട്ടിയാണ്. അവന്റെ കുറെ അനുഭവങ്ങൾ എന്നോട് പറഞ്ഞു. അപ്പൊ നമുക്കത് അവിടെയും സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു. അത്രയും രീതിയിലൊരു നല്ല ആക്റ്റീവായിട്ടാണ് ഈ മോൻ യഥാർത്ഥത്തില് നമ്മളോടൊക്കെ പെരുമാറി. അപ്പൊ അതായത് ഒരു ചെറിയൊരു കാര്യം പറഞ്ഞാൽ പോലും 2-3 പ്രിന്റ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ പോലും അവനത് കൃത്യമായിട്ട് ഒറ്റ ദിവസമേ ഉള്ളൂ എനിക്ക് ആ അടുപ്പം. 4 ദിവസമായിട്ട് പരിചയമുണ്ടെങ്കിലും അടുത്തിടപെടുന്നത് ഈ മരിക്കുന്ന ദിവസമാണ്. അവൻ ആ ദിവസം എന്നിട്ട് എന്റെ അടുത്ത് പറയും സ്വാമി എന്നെ കൂടെ നിർത്തുവോ, ഞാൻ സ്വാമിയുടെ കൂടെ നിന്നോട്ടെ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോനായിരുന്നു. എനിക്ക് അവന്റെ ആ മുഖം എന്റെ മനസ്സിൽ നിന്ന് മാറുന്നില്ല. നമ്മളെല്ലാവരും അത്രയും ഒട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്കുള്ള വിഷമം എന്ന് പറഞ്ഞാൽ എന്റെ ഒരു പ്രസൻസ്, ഞാൻ ഉറങ്ങുകയായിരുന്നെങ്കിലും അല്ലെങ്കിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് അവന്റെ ജീവൻ രക്ഷിക്കാനോ അല്ലെങ്കിൽ അവനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനോ പറ്റാത്ത ഒരു രീതിയിൽ മാറിയതിന്റെ ഒരു ഷോക്കാണ് എനിക്കുള്ളത്. അതിന്റെ ഇടയിൽ ഈ മനുഷ്യരെ, ഈ മലയാളികളുണ്ടല്ലോ, ഈ ചില കുഷ്ഠം പിടിച്ച മനുഷ്യരെ, മനസ്സിൽ വ്രണം പിടിച്ചവന്മാര്, ഇവന്മാരൊക്കെ ഓരോ കമന്റ് ഇടുന്ന കാണുമ്പോ ഇവനൊക്കെ ഓരോ പെർവേർട്ടഡ് ആയിട്ടും ഓരോ ഇത്രയും പൈശാചികമായ ഒരു മലയാളി സമൂഹം, ഒരു മരിച്ച കുട്ടിയുടെ ഒരു ഇതിന് പോലും ഒരു മാന്യതയില്ലാതെ എന്തൊക്കെയാണ് ഈ കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത്. ഇവനൊക്കെ കുറച്ച് അതാണ് ഈ സമൂഹ മാധ്യമങ്ങളടക്കം താങ്കളെ സംശയ നിഴലിൽ നിർത്തുന്ന രീതിയിലുള്ള പല പ്രതികരണങ്ങളും വരുന്നുണ്ട്, ചില കമന്റുകൾ വരുന്നുണ്ട്. താങ്കൾക്ക് ഇതിൽ പങ്കുണ്ടെന്ന രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടല്ലോ. അതിന് പിന്നിൽ ആരാണ്? അങ്ങനെ ഈ കുടുംബത്തിനോ അല്ലെങ്കിൽ പോലീസിനോ അത്തരമൊരു സംശയമുണ്ടോ? പോലീസിന് സംശയമുണ്ട്. പോലീസിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസിന് എന്നെ പറ്റി അറിയാമല്ലോ. ഞാൻ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാർക്കും എതിരെ വളരെ ശക്തമായിട്ട് സംസാരിക്കുന്നതാണ്. ഇവിടുത്തെ മയക്കുമരുന്ന് മാഫിയക്കെതിരെ സംസാരിക്കുന്നതാണ്. സാമൂഹ്യ തിന്മകൾക്കെതിരെ പ്രതികരിക്കുന്ന ആളാണ്. എനിക്ക് ശത്രുക്കളാണ് ഏറ്റവും കൂടുതലുള്ളത്. അതിൽപ്പെട്ട ആൾക്കാർ എനിക്കെതിരെ സംസാരിക്കും. പക്ഷെ എനിക്കെതിരെ എന്തെങ്കിലും ഒരു കഴമ്പുണ്ടെങ്കിൽ പോലീസ് വെറുതെ വിടുമെന്നാണോ നിങ്ങളൊക്കെ കരുതുന്നത്? പോലീസ് കേരള പോലീസ് അത്ര മണ്ടരാണോ? അവരുടെ ഇല്ലാത്ത അന്വേഷണത്തിന്റെ ഫെസിലിറ്റീസ് വേറെ ആർക്കാളുള്ളത്? അവർ കൃത്യമായിട്ട് അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാനിവിടെ നിന്ന് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത്. പിന്നെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞല്ലോ, എന്നെ വേണമെങ്കിൽ ബ്രെയിൻ മാപ്പിങ്ങിനോ എന്നെ എന്ത് അന്വേഷണത്തിനോ എന്നെ നിങ്ങൾ ഉപയോഗിക്കാൻ, അത് വിജയമാക്കണം.
ഞാൻ എന്റെ കാര്യത്തിൽ ഒരു ഫോൺ കോൾ പോലും ഞാൻ ആരെയും വിളിച്ചു പോലും ഈ കേസിൽ സംബന്ധിച്ച് ഞാൻ സംസാരിക്കാൻ പോയില്ല. പോലീസിന്റേതായ രീതിയിൽ അന്വേഷണം നടത്തട്ടെ എന്ന് തന്നെയല്ലേ ഞാൻ പറഞ്ഞു. എനിക്കെന്തിനാ പേടിക്കേണ്ട ആവശ്യമുള്ളത്? ഞാൻ തെറ്റ് ചെയ്തെങ്കിലല്ലേ എനിക്ക് കുറുക്കി പുണ്ണുള്ളവനല്ലേ വെയിൽ നൂരാൻ പാടുള്ളൂ. പിന്നെ നമ്മുടെ വീടുകളിലും ആത്മഹത്യകൾ നടക്കുന്നില്ല. പോലീസിന്റെ അന്വേഷണത്തോട് താങ്കൾ സഹകരിക്കുന്നുണ്ട്, വ്യക്തമാക്കുന്നുണ്ട്. അഖില ഭാരത ഹിന്ദു മഹാസഭ സംസ്ഥാന പ്രസിഡന്റായ ഹിമവൽ ഭദ്രാനന്ദയാണ് ഇപ്പോൾ ഈ യുവാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. സി വി അനുമോദിലേക്ക് ഒരിക്കൽ കൂടി. അനുമോദ്, ഹിമവൽ ഭദ്രാനന്ദ തന്നെ വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ മുറിയിൽ എത്തിയ ശേഷമാണ് ഈ മരണം സംഭവിച്ചതെന്ന്. പോലീസിന്റെ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട്. പക്ഷേ സമൂഹ മാധ്യമങ്ങളടക്കം ഇദ്ദേഹത്തെ സംശയ നിഴലിൽ നിർത്തുന്ന രീതിയിലുള്ള പല പ്രചരണങ്ങളും പല കമൻറ്റുകളും കാണാനിടയായി. പോലീസോ അല്ലെങ്കിൽ ഇവരുടെ കുടുംബാംഗങ്ങൾ അത്തരം ഒരു സംശയം ഉന്നയിക്കുന്നുണ്ടല്ലോ. പോലീസിന്റെ അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഹിമവൽ ഭദ്രാനന്ദയ്ക്ക് യാതൊരു പങ്കുമില്ല എന്ന് പോലീസ് ഉറപ്പിച്ചു തന്നെ പറയുകയല്ലേ? പോലീസിന്റെ അന്വേഷണത്തിൽ ഇതൊരു അപകടമരണമാണ്, ഒരു അസ്വാഭാവിക മരണമാണ്. അതല്ലാതെ ഇതിൽ വേറെ ദുരൂഹതകളൊന്നും ഈ ഘട്ടം വരേക്കും പോലീസ് കണ്ടെത്തിയിട്ടില്ല. പോലീസിന് മുമ്പിൽ അത്തരത്തിൽ സംശയിക്കാവുന്ന തെളിവുകളുമില്ല, സാഹചര്യങ്ങളുമില്ല. ഇതിൽ കൃത്യമായിട്ട് പോലീസ് ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത്തിരി നിഗമനത്തിലെത്തിയിരിക്കുന്നത്. പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണെങ്കിലും ഇത് വീഴ്ചയിലുണ്ടായ ആഘാതത്തെ തുടർന്നുള്ള മരണം എന്ന തരത്തിലാണ് പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തലുണ്ടായിരിക്കുന്നത്. നിലവിലെ സാമൂഹ്യ മാധ്യമങ്ങളിലെ അധിക്ഷേപങ്ങളും മറ്റും അത് സ്വാഭാവികമായിട്ട് ഏതൊരു വിഷയം ഉണ്ടാകുമ്പോഴും ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു കാര്യം മാത്രമായിട്ട് ആണ് കാണുന്നത് പോലീസിന് ഇതിൽ മറ്റൊരു അപകടമോ അല്ലെങ്കിൽ മറ്റൊരു അസ്വാഭാവികതയോ എന്തെങ്കിലും ദുരൂഹതയോ ഈ ഘട്ടം വരെയും സംശയിക്കുന്നില്ല. ഇത് ഈ യുവാവ് ലഹരിയിൽ വീണുപോയതാകാം എന്ന് തന്നെയാണ് ഈ ഘട്ടം വരേക്കും പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. നിലവിൽ അസ്വാഭാവിക അപകട മരണം എന്നാണ് ഈ പേരാമ്പ്ര പെരുവണ്ണാമൂഴി സ്വദേശി അജയ്കുമാർ, മൈസൂരുവിൽ BBA വിദ്യാർത്ഥിയായ അജയ്കുമാറിന്റെ മരണം അപകട മരണമാണ്, മറ്റു ദുരൂഹതയില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എറണാകുളം ഇടക്കൊച്ചിയിലെ യുവാവിന്റെ മരണം കൊലപാതകം. പെൺസുഹൃത്തിന്റെ ഭർത്താവാണ് കൊലപാതകം നടത്തിയതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. പ്രതി പോലീസ് കസ്റ്റഡിയിലാണ്. ഇന്നലെ രാത്രിയാണ് പെരുമ്പടപ്പ് സ്വദേശി ആഷിഖിനെ വാഹനത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഈ ആഷിഖിൻ്റേത് കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പെൺസുഹൃത്തിന്റെ ഭർത്താവാണ് കൊലപാതകം നടത്തിയതെന്ന് വ്യക്തമായിട്ടുണ്ടോ? നിലവിൽ ഇയാൾ തനിച്ച് നടത്തിയ കൊലപാതകം എന്ന് തന്നെയാണോ പറയുന്നത്, അതോ കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ? നവമി, ടോം, ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് പള്ളുരുത്തി കണ്ണങ്കാട്ട് പാലത്തിന് സമീപത്തുള്ള ഒരു വാഹനത്തിന്റെ ഉള്ളിൽ ആഷിഖിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ കാര്യം പെൺസുഹൃത്ത് തന്നെയാണ് ആശുപത്രിയിലേക്ക് ആഷിഖിനെ കൊണ്ടെത്തിക്കുകയും പിന്നെ ആശുപത്രിയിൽ നിന്നാണ് ആഷിഖിന്റെ വീട്ടിൽ വിവരം അറിയിക്കുകയും ചെയ്തത്. ആഷിഖിന്റെ അച്ഛനടക്കമുള്ള ബന്ധുക്കൾ അവിടെ എത്തി ആഷിഖിന്റെ മൃതദേഹം കണ്ടപ്പോൾ തന്നെ അതിൽ ഗുരുതരമായി തലയ്ക്കും കഴുത്തിനും മർദ്ദനമേറ്റതായി കണ്ടെത്തിയിരുന്നു. രണ്ട് കാലിന്റെയും പാദത്തിന് സമീപമായി ഗുരുതരമായി ആഴത്തിലുള്ള ഒരു മുറിവും കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ തന്നെ ഇവർ പോലീസിനെ കാര്യം അറിയിച്ചു. ഇത് കൊലപാതകമാണെന്ന സംശയം തന്നെയാണ് കുടുംബവും നേരത്തെ ഉന്നയിച്ചിരുന്നത്. പോലീസ് ഇന്ന് രാവിലെ എത്തി ഈ സ്ഥലം ഒക്കെ പരിശോധിച്ചതിന് ശേഷമാണ് ഈ പെൺസുഹൃത്തിന്റെ ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇയാൾ ഒറ്റയ്ക്കാണോ അതോ ഈ പെൺസുഹൃത്തിന്റെ സഹായം ഉണ്ടായിരുന്നോ, മറ്റാരെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചു വരികയാണ്. എന്തായാലും ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ള പെൺസുഹൃത്തിന്റെ ഭർത്താവിനെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 മാസങ്ങൾക്ക് മുൻപ് ഈ പെൺസുഹൃത്ത് തന്നെയാണ് ഈ മരിച്ച ആഷിഖ് പീഡിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പോലീസിന് പരാതി നൽകുകയും 2 ആഴ്ചയോളം ആഷിഖ് റിമാൻഡിൽ കഴിയുകയും ചെയ്തിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതിനുശേഷം ആഷിഖ് പുറത്തിറങ്ങിയപ്പോൾ ഈ യുവതിയും ഭർത്താവും പലതവണ ആഷിഖിന്റെ വീട്ടിലെത്തുകയും ആഷിഖിനെ കൊലപ്പെടുത്തുമെന്ന് യുവതിയുടെ ഭർത്താവ് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. യുവതി ഈ ആഷിഖിനോട് തന്നെ വിവാഹം ചെയ്യണമെന്ന് പല ആവർത്തി പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയാണോ കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസിന്റെ സംശയം. വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടി പറയുന്ന മൊഴി അനുസരിച്ച് ഇന്നലെ രാത്രി 7:30 മണിയോടുകൂടി ആഷിഖ് തന്നെ ഫോണിൽ വിളിക്കുകയും ഈ പാലത്തിന് സമീപത്തേക്ക് വരണമെന്ന് പറയുകയും ചെയ്തു. അവിടെ എത്തി ആഷിഖുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആഷിഖ് കുഴഞ്ഞു വീഴുകയും താൻ ഒരു ഓട്ടോ പിടിച്ച് ആഷിഖിനെ
ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു എന്നാണ്. പക്ഷെ ആഷിഖിന്റെ കുടുംബം പറയുന്നതും പോലീസ് സംശയിക്കുന്നതും ഇങ്ങനെ ഗുരുതരമായി പരിക്കേറ്റ ആഷിഖിനെ ഒറ്റയ്ക്ക് എങ്ങനെയാണ് യുവതിക്ക് ഒരു ഓട്ടോ വിളിച്ച് കൊണ്ടുപോകാൻ, ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുക എന്നതാണ്. അത് വലിയ സംശയമായി തന്നെ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യുവതിയെയും ഇനി ഇപ്പോൾ ഒരു പ്രാഥമിക മൊഴിയെടുപ്പ് പൂർത്തിയാക്കി. പക്ഷേ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും പോലീസ് കസ്റ്റഡിയിൽ വെച്ചിട്ടില്ല യുവതിയെ. പക്ഷെ ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത് യുവതിയുടെ ഭർത്താവാണ്. പ്രതി ആണ് ഈ കൊലപാതകം ചെയ്തതെന്ന ഒരു തീർച്ചയായും നവമി, അങ്ങനെയെങ്കിൽ ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകമാണ് എന്ന് സംശയിക്കേണ്ടതല്ലേ? ഈ യുവാവിനെ, ആഷിഖിനെ വിളിച്ചു വരുത്തി അതിനുശേഷം കൃത്യമായ ഗൂഢാലോചന നടത്തിയ ഒരു കൊലപാതകം. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? മറ്റാർക്കെങ്കിലും, അതായത് ഈ പെൺസുഹൃത്തിനും അതല്ലെങ്കിൽ ഭർത്താവിനും കൂടാതെ കൂടുതൽ പേർക്ക് ഈ പങ്കുള്ളതായി സംശയിക്കണോ? പോലീസ് ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു വിവരങ്ങളൊന്നും പുറത്തു വിട്ടിട്ടില്ല. നമ്മൾ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ പറയുന്നത് പെൺസുഹൃത്തിന്റെ ഭർത്താവ് മാത്രമാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. അയാളെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും കൂടുതൽ അറസ്റ്റുകളോ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഇതിൽ പങ്കുണ്ടോ എന്നതിലൊക്കെ വ്യക്തത കൈവരാൻ കഴിയുകയുള്ളൂ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ആഷിഖിന്റെ കുടുംബം പറയുന്നത് ഇന്നലെ രാവിലെ ആഷിഖ് പതിവ് പോലെ ജോലിക്ക് പോയതാണ്. സഹോദരിയുടെ ഭർത്താവിനോടൊപ്പമാണ് ജോലി ചെയ്യുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് അവിടെ നിന്നും തിരിച്ചു വീട്ടിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആഷിഖ് ഇറങ്ങിയത്. പക്ഷേ ഏറെ രാത്രിയായിട്ടും ആഷിഖിനെ കാണാത്തതിനെ തുടർന്ന് പരിഭ്രാന്തരായിരുന്നു. പിന്നീടാണ് ആശുപത്രിയിൽ നിന്നും ഫോൺ വരികയും ആശുപത്രിയിൽ ആഷിഖിനെ മരിച്ച നിലയിൽ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടെന്നൊരു വിവരം പോലും കുടുംബത്തിന് ലഭിക്കുകയും ചെയ്തത്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതൊരു കൊലപാതകമാണെന്ന് കുടുംബം ഉറപ്പിച്ചിരുന്നു. കാരണം തലയ്ക്കും കഴുത്തിനുമൊക്കെ ഗുരുതരമായി പരിക്കേറ്റു, മർദ്ദിച്ച പാടുകൾ ഉണ്ടായിരുന്നു. കാലിലും ആഴത്തിലുള്ള മുറിവുകളുണ്ട്. ഇതിനാൽ തന്നെയാണ് പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസിന്റെ പരിശോധനയിൽ ഈ കൊലപാതകമാണ് എന്നൊരു നിഗമനത്തിലേക്ക് എത്തി നിൽക്കുകയും പെൺകുട്ടിയുടെ ഭർത്താവിനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ പെൺകുട്ടിയുടെ ഒപ്പം ഈ പെൺകുട്ടി ആഷിഖിനെ കാണാൻ വന്നപ്പോൾ ഒരു പൂച്ചക്കുട്ടിയും ഉണ്ടായിരുന്നു. അതിനെയും പോലീസിന്റെ പക്കലുണ്ട് ഇപ്പോൾ ആ പൂച്ച. അതിനെയും രാവിലെ തെളിവെടുപ്പിന്റെ ഭാഗമായിട്ടൊക്കെ അവിടെ എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇനി ഈ യുവതി മനഃപൂർവ്വം ഈ ആഷിഖിനെ വിളിച്ചു വരുത്തി ഭർത്താവിനെ കൊണ്ട് കൊലപ്പെടുത്തിയതാണോ അതോ ഈ കൊലപാതകത്തിന് ശേഷം മാത്രമാണോ യുവതി ഇക്കാര്യം അറിഞ്ഞത് എന്നതിലൊക്കെ കൃത്യത കൈവരേണ്ടതുണ്ട്. അതിലെല്ലാം പോലീസാണ് മറുപടി നൽകേണ്ടത്. എന്തായാലും ഇപ്പോൾ ഈ യുവതിയുടെ ഭർത്താവാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇടക്കൊച്ചി സ്വദേശി ആഷിഖിന്റെ മരണം കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. പെൺസുഹൃത്തിന്റെ ഭർത്താവ് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. വിശദമായി ചോദ്യം ചെയ്യുകയാണ്. പെൺസുഹൃത്തിനും കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീങ്ങും. കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ കൊലപാതകമെന്ന സംശയത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ഫോണിൽ വിളിച്ച് അസഭ്യം പറഞ്ഞ യുവാവ് അറസ്റ്റിൽ. ആ വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്.
നേർവഴിക്ക് നടത്താൻ തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല, കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ഫോണിൽ വിളിച്ച് അസഭ്യം പറഞ്ഞ യുവാവ് തിരുവനന്തപുരത്ത് അറസ്റ്റിൽ. കഴക്കൂട്ടം മേനംകുളം സ്വദേശി ജോസ് ആണ് പിടിയിലായത്. വനിതാ ബറ്റാലിയനിൽ വിളിച്ച് അശ്ലീലം പറഞ്ഞതിനാണ് അറസ്റ്റ്. കഴക്കൂട്ടം സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽപ്പെട്ട ജോസ് 20ഓളം കേസുകളിൽ പ്രതിയാണ്. പലതവണ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഇങ്ങനെ സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന, അല്ലെങ്കിൽ സ്ത്രീകളെ അസഭ്യം പറയുന്ന ഒരു സ്വഭാവ ദൂഷ്യമുള്ള വ്യക്തിയാണോ ജോസ്? ഇപ്പോൾ നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥരെ പോലും ഇതുപോലെ ഫോണിൽ വിളിച്ച് അസഭ്യം പറയുന്നൊക്കെ പറഞ്ഞാൽ അയാളുടെ ഒരു സ്വഭാവ ദൂഷ്യം കൂടി പരിശോധിക്കേണ്ടതാണ്. ഈ ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട വ്യക്തി മറ്റേതെങ്കിലും കേസുകളിൽ, ഏതൊക്കെ കേസുകളിലാണ് ഇയാൾ പ്രതിയായിട്ടുള്ളത്? ഡാൻ. ടോം, എറണാകുളത്തെ ഒരു മാളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരനാണ് തിരുവനന്തപുരം കഴക്കൂട്ടം സ്വദേശിയായ ജോസ്. ഇയാളൊരു സൈക്കോ സ്വഭാവമുള്ള ആളുകളെ പോലെയാണ് പെരുമാറിയിരുന്നത് എന്നാണ് പോലീസിന് ഈ ചോദ്യം ചെയ്യലടക്കം വ്യക്തമായിരിക്കുന്നത്. ഇതിനു മുമ്പും സമാനമായ തരത്തിലുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് പ്രതി പിടിയിലായിട്ടുണ്ട്. ഏതാണ്ട് 20ഓളം കേസുകൾ ഇതേപോലെ തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ, വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ഫോണിൽ വിളിച്ച് അസഭ്യം പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ജോസിനെതിരെ നിലവിലുണ്ട്. പ്രധാനമായി IG, DIG, DYSP, CI റാങ്കിലുള്ള വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ നമ്പറുകൾ ഇൻ്റർനെറ്റിൽ പരതി അത് നെറ്റിൽ നിന്ന് എടുത്തതിന് ശേഷം രാത്രികാലങ്ങളിൽ അവരുടെ ഔദ്യോഗിക നമ്പറിലേക്ക്, മൊബൈൽ നമ്പറിലേക്ക് വിളിച്ച് ലൈംഗിക ചുവയോടെ സംസാരിച്ച് അസഭ്യം പറയുന്ന ഒരു രീതിയാണ് ഈ ജോസിനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ ഇയാൾക്കെതിരെ കേസുകൾ നിലവിലുണ്ട്. ഇങ്ങനെ തുടർച്ചയായി ഒരു തവണ ഫോൺ കട്ട് ചെയ്താലും വീണ്ടും തുടർച്ചയായി നമ്പറുകളിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇയാളുടെ നമ്പർ മിക്ക പോലീസ് ഉദ്യോഗസ്ഥരും ബ്ലോക്ക് ചെയ്ത നിലയിലാണ്. അതിനിടയിലാണ് വനിതാ ബറ്റാലിയനിലെ ഒരു ഉദ്യോഗസ്ഥയുടെ നമ്പറിലേക്ക് തുടർച്ചയായി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ജോസ് ഇങ്ങനെ ഫോണിൽ വിളിച്ചുകൊണ്ടിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് കഴക്കൂട്ടം പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് എറണാകുളത്ത് നിന്ന് ജോസ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. എറണാകുളത്തും തിരുവനന്തപുരത്തുമായി ഇയാൾക്കെതിരെ നേരത്തെയും കേസുകൾ നിലവിലുണ്ട്. ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ജോസ്. ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പലപ്പോഴും ഈ നാണക്കേട് കൊണ്ട്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പുറത്ത് പറഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ഒരു നാണക്കേട് കൊണ്ട് ഈ ഒരു കാര്യം പുറത്ത് പറയാതിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇത് തുടർച്ചയായി മാറുകയും ഓരോ ഉദ്യോഗസ്ഥരെയായി മാറി മാറി ഇങ്ങനെ ഫോൺ വിളിക്കുകയും ചെയ്യുന്നത് ഒരു അസഹനീയതയായി മാറിയതോടെയാണ് ഇയാളെ ഏത് വിധേനയും കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയതും ഒടുവിൽ കഴക്കൂട്ടം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി ജോസിനെ. കാരണം അങ്ങനെ നാണക്കേട് കാരണം പലരും ഇതുപോലുള്ള ദുരനുഭവങ്ങൾ പുറത്തു പറയാറില്ല. അത് ഉള്ളിൽ ഒതുക്കും, അല്ലെങ്കിൽ അവരെ ബ്ലോക്ക് ചെയ്യും, ഫോൺ നമ്പർ തന്നെ ബ്ലോക്ക് ചെയ്യും. അതാണ് വീണ്ടും വീണ്ടും ഇയാളെ ഇങ്ങനെ ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെ തെരഞ്ഞു പിടിച്ച് ഫോണിൽ വിളിച്ച് അശ്ലീലം പറയാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ മറ്റേതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരെ കൂടാതെ മറ്റ് സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്ന ഒരു സ്വഭാവം ഇയാൾക്കുണ്ടോ? അങ്ങനെ ഒരു പരാതി നിലവിലുള്ളതായി നമുക്ക് അറിയില്ല. ഇത് ഇയാളുടെ ഒരു പ്രത്യേകത തന്നെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ മാത്രം ആയിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത്. അവരുടെ ഫോൺ നമ്പർ ഏത് വിധേനയും തരപ്പെടുത്തി അവരെ രാത്രികാലങ്ങളിൽ ഫോണിൽ വിളിച്ച് ശല്യം ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ഈ അസഭ്യം പറയുക, ലൈംഗിക ചുവയോടെ സംസാരിക്കുക, വ്യക്തിപരമായി അധിക്ഷേപിക്കുക, ഇത്തരത്തിലുള്ള ഒരു ശൈലിയാണ് ഈ ജോസ് സ്വീകരിച്ചിരുന്നത്. എന്തോ ഒരു മനോവിഭ്രാന്തിയുള്ള ആളുകളെ പോലെയാണ്
ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരോട് ഇയാൾ പെരുമാറിയിരുന്നത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന സൂചനകൾ. അതായത് ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഇയാൾ അറസ്റ്റിലായിട്ടുള്ളതാണ്, ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ സ്വഭാവത്തിനൊരു മാറ്റവുമില്ല, ഇപ്പോഴും അത് അങ്ങനെ തന്നെ തുടരുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പിടിയിലാകുമ്പോഴും ഒരു ഭാവഭേദവും ജോസിൻ്റെ മുഖത്തില്ല, ചെയ്തതിൽ ഒരു കുറ്റബോധമില്ല. അയാളേതോ ഒരു കൗതുകകരമായ കാര്യം ചെയ്യുന്നത് പോലെയാണ് ഇങ്ങനെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരോട് ഇങ്ങനെ അപമര്യാദയായി പെരുമാറുന്നത് എന്നാണ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും ഒരുപക്ഷെ ഇയാൾക്ക് എന്തെങ്കിലും മാനസിക വൈകല്യങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഡാൻ സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും മനോവൈകൃതമാകാം ഈ സംഭവത്തിന് പിന്നിൽ. കാരണം പോലീസുകാരെ മാത്രം തെരഞ്ഞുപിടിച്ച് ഫോണിൽ വിളിച്ച് അശ്ലീല സംഭാഷണം നടത്തുക, വലിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ പോലും, വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ പോലും ഇയാളിങ്ങനെ ഫോണിൽ വിളിച്ചിരുന്നു. പലരും നാണക്കേട് കാരണം പരാതി നൽകിയിരുന്നില്ല. ഏറ്റവും ഒടുവിൽ വനിതാ ബറ്റാലിയനിലേക്ക് ഫോണിൽ വിളിച്ച് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരോട് മോശമായി സംസാരിച്ചതിൻ്റെ പേരിലാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കണ്ണൂർ കായലോട് സദാചാര ഗുണ്ടായിസത്തെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത കേസിൽ 2 പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. പാടിയിൽ സുനീർ, പൊന്നിത്ത് സക്കറിയ എന്നിവർക്കെതിരെയാണ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നത്. പ്രതികൾ വിദേശത്തേക്ക് കടന്നതായി സൂചന ലഭിച്ചതിനെ തുടർന്നാണ് നടപടി. യുവതിയുടെ സുഹൃത്ത് റഹീസിന്റെ പരാതി രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളാണ് ഇരുവരും. KV ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ്, കണ്ണൂരിൽ നിന്നും വിശദാംശങ്ങളുമായി. ബൈജു, നേരത്തെ ഈ യുവതിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രതികൾ അറസ്റ്റിലായതാണ്. ചിലർ ഇപ്പോഴും ഒളിവിലാണ്. നിലവിൽ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്ന സുനീറും സക്കറിയും ഇവരും വന്ന് ഈ യുവതിക്ക് നേരെ മോശമായ രീതിയിൽ പെരുമാറിയതിൽ ആ കേസിലും പ്രതിയാണോ, അതോ ഈ സുഹൃത്ത് റഹീസിന്റെ പരാതിയിൽ മാത്രമാണോ ഇവർ പ്രതിപട്ടികയിലുള്ളത്? ടോമെ, ഈ സുനീറും സക്കറിയും ഈ ആൺ സുഹൃത്തായ റഹീസിന്റെ പരാതിയിലാണ് ഇരുവർക്കെതിരെയും കേസെടുത്തത്. 5 പേർക്കെതിരെയാണ് റഹീസിന്റെ പരാതിയിൽ കേസെടുത്തത്. ഇതിൽ 3 പ്രതികളെ നേരത്തെ ഈ യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതെല്ലാം SDPI പ്രവർത്തകരാണ്. 5 പേരും SDPI പ്രവർത്തകരാണ്. നിലവിൽ ഈ 2 പ്രതികൾ ഇപ്പോൾ വിദേശത്തേക്ക് കടന്നതായാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ലുക്കൌട്ട് നോട്ടീസ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ ഈ പ്രതികളെ പോലീസിന് കിട്ടേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇവർ 5 പേരടങ്ങുന്ന സംഘം ആദ്യം എത്തി ഈ റഹീസിനെയും അതുപോലെ തന്നെ യുവതിയെയും തടഞ്ഞു വെക്കുകയും പിന്നീട് റഹീസിനെ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോയി 6 മണിക്കൂറോളം തടങ്കിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചു. ഇതാണ് കേസ്. ഇതിൽ ഗൂഢാലോചനയുണ്ട്, തട്ടിക്കൊണ്ടുപോകലുണ്ട്, ഇത് ആത്മഹത്യാ പ്രേരണ കുറ്റമുണ്ട് തുടങ്ങി നിരവധി വകുപ്പുകൾ പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഈ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. എന്തായാലും ഈ പ്രതികൾ ഇപ്പോൾ നാട്ടിലില്ല. പോലീസ് വലിയ തോതിൽ തെരച്ചിൽ നടത്തി. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ തെരച്ചിൽ നടത്തിയെങ്കിലും ഇവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആ ഒരു അടിസ്ഥാനത്തിലാണ് ഇവർ വിദേശത്തേക്ക് കടന്നായ ഒരു സൂചന പോലീസിന് ലഭിച്ചത്. ഏതായാലും ലുക്കൌട്ട് നോട്ടീസ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. റഹീസിന്റെ മൊഴി കഴിഞ്ഞ ദിവസമാണ് പിണറായി പോലീസ് വിശദമായ മൊഴിയെടുത്തത്. ഇതിൽ റഹീസ് നേരിട്ട മുഴുവൻ ദുരവസ്ഥ അതൊക്കെ റഹീസിൽ നിന്നും പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ മജിസ്ട്രേറ്റ് മുന്നിലും 164 പ്രകാരം റഹീസിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശമുണ്ട്. ഈ പ്രതികളുടെ പേര് കൃത്യമായി അതിൽ പരാമർശമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ അതിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. ഏതായാലും ഈ 2 പ്രതികളെ പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. ഇതിൽ കൂടുതൽ പേർ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടേക്കാം എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അത് ഈ 2 പ്രതികളെ പിടികൂടിയാൽ മാത്രമേ കൂടുതൽ പ്രതികളിലേക്ക് എത്താൻ പറ്റും. എന്തായാലും ഇതെല്ലാം SDPI പ്രവർത്തകരാണ്. നിലവിൽ അറസ്റ്റിലായ 3 പേരും ഇനി ഇപ്പോൾ ഒളിവിൽ പോയ 2 പേരും. തീർച്ചയായും അത് തന്നെയാണ് ബൈജു ആശങ്കപ്പെടുത്തുന്ന കാര്യം. കാരണം SDPIയുടെ സ്വാധീന മേഖലയാണ്. SDPIയുടെ ഭാഗത്തുനിന്ന് ഈ കുടുംബത്തിന് നേരെ ഏതെങ്കിലും രീതിയിലുള്ള ഭീഷണിയോ മറ്റോ ഉണ്ടോ? കാരണം ഇവർ ഈ പ്രതികൾക്കെതിരെ അല്ലല്ലോ ഈ കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. ഈ പ്രതികളുടെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു സദാചാര ഗുണ്ടായിസം ഉണ്ടായിട്ടില്ല. ഈ യുവതിയുടെ ആൺസുഹൃത്ത് റഹീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള മോശമായ ഇടപെടലാണ്, പെരുമാറ്റമാണ് യുവതിയുടെ ആത്മഹത്യ കാരണമായതെന്നാണല്ലോ ഇവരുടെ കുടുംബം ഉന്നയിച്ചിരുന്ന ആരോപണം. അങ്ങനെയെങ്കിൽ ഈ കുടുംബത്തിന് നേരെ ഏതെങ്കിലും രീതിയിലുള്ള ഭീഷണിയോ സമ്മർദ്ദമോ ഉണ്ടോ, ഇപ്പോഴും ഉണ്ടാകുന്നുണ്ടോ? പോലീസ് ഈ വിഷയത്തെക്കുറിച്ച്, ഇക്കാര്യത്തെക്കുറിച്ച് പരിശോധിക്കുന്നുണ്ടോ?
തീർച്ചയായും ടോമെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. ഈ കേസിൽ മാതാവ് ഇത്തരത്തിൽ റഹീസിനെതിരെ, അതായത് യുവതിയുടെ ആൺ സുഹൃത്തിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നു. ഗുരുതര പരാമർശമാണ് ആ പരാതിയിലുണ്ടായത്. അതായത് വിവാഹ വാഗ്ദാനം നൽകി സ്വർണവും പണവും അതൊക്കെ തട്ടിയെടുത്തു റസീനയിൽ നിന്നും. അതോടൊപ്പം വലിയ തോതിൽ ഇത്തരത്തിൽ ആ ഒരു വിഷമത്തിലാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് ഈ മാതാവിന്റെ പരാതിയിൽ പറഞ്ഞത്. പക്ഷേ പോലീസ് അന്വേഷണത്തിൽ ഈ പരാതിയിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അതിൽ തുടർ നടപടികൾ സ്വീകരിക്കേണ്ട എന്നൊരു തീരുമാനമാണ് പോലീസ് എടുത്തത്. അപ്പോഴും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പരാതിയുമായി മാതാവ് രംഗത്തെത്തിയത്, ഇത് സംബന്ധിച്ചും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇവർക്കെതിരെ നേരത്തെ SDPI വലിയ പ്രതിരോധത്തിലായതാണ്. അത്തരമൊരു ഘട്ടത്തിൽ SDPIയുടെ ഭാഗത്തുനിന്നും ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ? അതല്ല, ഈ കേസിൽ പ്രതികളായിട്ടുള്ളവരിൽ അധികവും ഇവരുടെ ബന്ധുക്കളാണ്. അങ്ങനെ ബന്ധുക്കളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് സമ്മർദ്ദം ഉണ്ടായതിന്റെ ഭാഗമായാണോ റഹീസിനെതിരെ ഇത്തരത്തിൽ ഗുരുതര പരാമർശവുമായി ഇവർ രംഗത്തെത്തിയത്? ഇതൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ മാതാവിന്റെ പരാതിയിൽ പോലീസ് കേസെടുക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ പരാതിയിൽ കഴമ്പില്ല, അത്തരമൊരു കാര്യങ്ങൾ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, ഇതിന് തെളിവില്ല, ഇതാണ് പോലീസ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇങ്ങനൊരു പരാതിയുമായി ആത്മഹത്യ ചെയ്ത യുവതിയുടെ മാതാവ് തന്നെ രംഗത്ത് വരുന്നത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് പെട്ടെന്ന് തള്ളിക്കളയാൻ സാധിക്കില്ല. അതെങ്ങനെയാണ്, ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പരാതിയുമായി ഇവർ രംഗത്തെത്തിയത് എന്നത് സംബന്ധിച്ച് വളരെ ഗൗരവത്തോടുകൂടി തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നാണ് നമ്മൾ സിറ്റി പോലീസ് കമ്മീഷണറോടും അതുപോലെ തന്നെ ഇതിലെ അന്വേഷണ ചുമതലയുള്ള ACPയോടും സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത്. ഇതിൽ അന്വേഷണം നടക്കുന്നുണ്ട്. അതോടൊപ്പമാണ് ഏറ്റവും പ്രധാനം, ഇപ്പോൾ ഒളിവിൽ പോയ 2 പ്രതികളെ കണ്ടെത്തേണ്ടതുണ്ട്, അവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇതിൽ കേസിൽ കൂടുതൽ പേർ പ്രതിപട്ടികയിൽ ഉൾപ്പെടുമെന്ന് നേരത്തെ തന്നെ പോലീസ് വ്യക്തമാക്കിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ എത്ര പേർ ഇനി രാഷ്ട്രീയമായി, അതായത് SDPIയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പേർ പ്രതികളാകുമ്പോൾ? ഏതായാലും SDPI കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷൻ മാർച്ചൊക്കെ നടത്തിയിരുന്നു. പോലീസ് തങ്ങളുടെ പേരിൽ കള്ളക്കേസ് എടുക്കുന്നു എന്ന് ആരോപിച്ചായിരുന്നു ഇത്തരത്തിൽ മാർച്ച് നടത്തിയത്. ആ മാർച്ച് നടത്തിയ പ്രവർത്തകർക്കെതിരെയും 25ഓളം പേർക്കെതിരെയും പോലീസ് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ 2 പ്രതികളെ ഇനി പിടികൂടാനുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 കേസുകളാണ് ഇപ്പോൾ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒന്ന് റസീനയുടെ ആത്മഹത്യാക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയുള്ള കേസ്, അതിൽ 3 പേർ പ്രതികൾ. അതിനുശേഷം റഹീസിന്റെ പ്രത്യേകിച്ച് മൊഴിയെടുത്തതിന് ശേഷമുള്ള 5 പേർക്കെതിരെ കേസിൽ, ആദ്യത്തെ കേസിലെ 3 പേരും പിന്നീട് നേരത്തെ സൂചിപ്പിച്ച 2 പേരും, ഇങ്ങനെ 5 പേരാണ് ആ കേസിലുള്ളത്. ഏതായാലും ഈ 2 പേരെ കൂടി കണ്ടെത്താനുണ്ട്. പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഈ കാര്യത്തിൽ വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിൽ സദാചാര പോലീസിനെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത കേസിലാണ് പോലീസ് 2 പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നത്. പത്തനംതിട്ട തിരുവല്ലയിൽ മദ്യപിച്ച് സ്കൂൾ ബസ് ഓടിച്ച ഡ്രൈവർ പിടിയിൽ. മുത്തൂർ ക്രൈസ്റ്റ് സെൻട്രൽ സ്കൂളിന്റെ ബസ് ഓടിച്ച ബിപിനാണ് പിടിയിലായത്. കുട്ടികളെ കൊണ്ടുവരാൻ പോകവെയായിരുന്നു വാഹന പരിശോധന. വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, ഇത് സാധാരണഗതിയിൽ രാവിലെ പോലീസ് ഇത്തരം പരിശോധനകൾ നടത്താറില്ല, അതായത് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നുണ്ടോ എന്ന പരിശോധന നടത്താറില്ല. ഇവിടെ ഈ ഡ്രൈവർക്കെതിരെ, ബിപിനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള പരാതികൾ ഉയർന്നിട്ടുണ്ടോ? പോലീസ് അത്തരം ഒരു പരിശോധന നടത്താൻ കാരണം എന്താണ്? ഇയാൾക്കെതിരെ എന്ത് നടപടിയായിരിക്കും ഈ സ്വീകരിക്കുക? ടോമ, ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. കാരണം സാധാരണഗതിയിൽ നമ്മൾ കുട്ടികളെ സ്കൂളിൽ അയക്കുമ്പോൾ തിരിച്ചു വരുന്നവരെ സാധാരണ മാതാപിതാക്കളെ സംബന്ധിച്ച് വലിയ ആശങ്കയുള്ള കാര്യമാണ്. സമീപകാലത്തൊക്കെ ഈ ഡ്രൈവർമാരെ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നതായുള്ള ചില വാർത്തകൾ പുറത്തു വന്നു. പത്തനംതിട്ടയിൽ തന്നെ നേരത്തെ ഒരാളെ കൂടി ഇത്തരത്തിൽ പിടികൂടുകയും പിന്നീട് അദ്ദേഹത്തിന്റെ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തൊരു സാഹചര്യം നമുക്കുണ്ടായിരുന്നു. എന്തായാലും ഇത്തരമൊരു ആശങ്ക ഉണ്ടാക്കണം. കുട്ടികൾ സുരക്ഷിതമായി സ്കൂളിൽ പോയി തിരിച്ച് വീട്ടിൽ വരുന്നവരെ മാതാപിതാക്കളെ സംബന്ധിച്ച് വലിയ ആശങ്കയുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും ഇത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള പരിശോധന, വാഹന പരിശോധന ജില്ലയിൽ മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്തമായി നടത്തുന്ന. ഇന്ന് തിരുവല്ലയിൽ മുത്തൂർ ഈ സെൻട്രൽ സ്കൂളിലെ ഡ്രൈവർ ആ കുട്ടികളെ എടുക്കാൻ വേണ്ടി വാഹനത്തിൽ വരുന്ന സമയത്താണ് പോലീസ് കൈകാണിച്ച് നിർത്തിയ ശേഷം പരിശോധിച്ചപ്പോഴാണ് അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടായിരുന്നത്. ഉടൻ തന്നെ വാഹനത്തിൽ നിന്നും ഡ്രൈവർ ഇറക്കി പിന്നീട് പോലീസ് വാഹനം തിരിച്ച് സ്കൂളിൽ എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഏതായാലും അയാൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ഡ്രൈവിംഗ് ലൈസൻസ് 6 മാസമെങ്കിലും സസ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ റദ്ദാക്കുക എന്ന നടപടിയിലേക്കാണ് പോലീസ് ശുപാർശ ചെയ്തിട്ടുള്ളത്. അത് മോട്ടോർ വാഹന വകുപ്പാണ് അത് സംബന്ധിച്ചുള്ള തീരുമാനം എടുക്കേണ്ടത്. അത്തരത്തിലൊരു നടപടിയിലേക്ക് പോലീസ് പോയിട്ടുണ്ട്. എന്തായാലും വലിയ ആശങ്ക ഉണ്ട്. കാരണം സമീപകാലത്തൊക്കെ ഈ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയും കുട്ടികൾ മരിക്കുന്നതൊക്കെ പല സ്ഥലത്തിലും നമുക്ക് കണ്ടിട്ടുണ്ട്. അത് കുട്ടികളെ വാഹനത്തിൽ വിട്ട് തിരിച്ച് സ്കൂളിൽ നിന്നും തിരിച്ച് വീട്ടിലെത്തുന്നവരെ മാതാപിതാക്കളെ സംബന്ധിച്ച് ആശങ്കയാണ്. ഇതിനു മുമ്പ്, സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ മോട്ടോർ വാഹന വകുപ്പും പോലീസുമൊക്കെ
വലിയ ക്ലാസുകൾ, ഡ്രൈവർമാർക്ക് വലിയ ക്ലാസുകൾ എടുത്തതിന് ശേഷമാണ് ഈ സ്കൂളിലേക്ക് ഡ്രൈവർമാരൊക്കെ ഇത്തരത്തിൽ കുട്ടികളെ കൊണ്ടുപോകാനുള്ള നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അതെല്ലാം ഘടകം മറിഞ്ഞ് ഇത്തരം സമാനമായ രീതിയിൽ ഡ്രൈവർമാർ സ്കൂൾ ടൈമുകളിൽ മദ്യപിക്കും എന്നുള്ളതാണ് ഇത്തരം പരിശോധനയോട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇതുപോലെ സ്കൂൾ ബസ്സുകൾ അപകടത്തിൽപ്പെട്ട്, അതായത് അമിത വേഗതയിൽ പാഞ്ഞ് അപകടത്തിൽപ്പെട്ട് നിരവധി കുഞ്ഞുങ്ങളുടെയൊക്കെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള നാടാണ്. നിരവധി മാതാപിതാക്കളുടെ കണ്ണീര് വീണിട്ടുള്ള നാടാണിത്. ഇതുപോലുള്ള മദ്യപാനികൾ അല്ലെങ്കിൽ സ്വഭാവ ദൂഷ്യമുള്ളവരെയൊക്കെ സാധാരണ സ്കൂൾ ബസ്സിന്റെ ഡ്രൈവർ ആക്കാറില്ല. ഈ സ്കൂളിന്റെ ഭാഗത്ത് ഏതെങ്കിലും ഇതിലുള്ള അശ്രദ്ധ ഉണ്ടായിട്ടുണ്ടോ? സ്കൂളെ സംബന്ധിച്ച് ഡ്രൈവർമാർ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത്തരം കാര്യങ്ങളൊന്നും അവർ പരിശോധിക്കും. പക്ഷേ മദ്യപിക്കില്ല എന്നൊരു ഉറപ്പും കൊണ്ടാണ് ഈ സ്കൂൾ അധികൃതർ ഡ്രൈവർമാരെ നിയമിക്കുന്നത്. പക്ഷേ അത് ഇവർ മദ്യപിച്ചിട്ട് പിന്നീട് വണ്ടി ഓടിക്കുന്ന കാര്യം ഈ സ്കൂൾ അധികൃതർക്ക് പലപ്പോഴും അവരത് പരിശോധിക്കാൻ തയ്യാറാണ്. കാരണം അവരെ സംബന്ധിച്ച് മദ്യപിക്കില്ല എന്നൊരു വിശ്വാസം കൊണ്ടാണ് സ്വാഭാവികമായിട്ടും കുട്ടികളെ ഈ വാഹനത്തിൽ കയറ്റി അയക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ രാവിലെ തന്നെ നമ്മളത് മനസ്സിലാക്കണം. രാവിലെ തന്നെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി വരുന്ന സമയത്താണ്, അതാണ് കുട്ടികളെ സ്കൂളിൽ നിന്ന് എത്തിക്കുന്നതിന് വേണ്ടി കുട്ടികളെ എടുക്കുന്നതിന് വേണ്ടി പോകുന്ന സമയത്താണ് ഈ ഇത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടായിട്ടുള്ളത്. അത് വലിയ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് പോലീസ്. കാരണം ഈ വാഹനത്തിൽ കുട്ടികളില്ലായിരുന്നു, ലെവൽ ഈ വാഹനത്തിൽ കുട്ടികളില്ലായിരുന്നു. കുട്ടികളെ എടുക്കാൻ പോകുന്ന സമയത്താണ് പോലീസ് വാഹന പരിശോധന നടത്തുകയും ഡ്രൈവർ ബിബിനെ കസ്റ്റഡി എടുക്കുകയും പിന്നീട് ഇത് മദ്യപിച്ചിട്ടാണെന്ന് കണ്ടുകൊണ്ട് വാഹനത്തിൽ പുറത്തിറക്കുകയൊക്കെ ചെയ്തിട്ടുള്ള നടപടിയിലേക്ക് പോലീസ് പോയത്. പക്ഷേ സമാനമായ രീതിയിൽ പലപ്പോഴും പല ഡ്രൈവർമാരും ഇത്തരത്തിൽ പോകുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ ഈ ഇതുമായി ബന്ധപ്പെട്ട്, ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് വലിയ മാതാപിതാക്കളെ സംബന്ധിച്ച് ആശങ്കയുള്ള കാര്യമാണ്. കുട്ടികൾ സാധാരണ സ്കൂളിൽ നിന്ന് വരുന്നതും വീട്ടിൽ വരെ തിരിച്ചെത്തുന്നവരെ ഈ മാതാപിതാക്കളെ ആശങ്കയുള്ള കാര്യമാണ്. അതെങ്ങനെ കുട്ടികൾ തിരിച്ച് വീട്ടിൽ എത്തുന്നവരെ മാതാപിതാക്കൾ വലിയ ആശങ്കയോട് കൂടിയാണ്. സ്വാഭാവികമായി അത്തരം ആശങ്കകൾ ഉണ്ടാകും. ശശി, ഇതൊരൊറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ല. ഇതുപോലെ മദ്യലഹരിയിൽ വാഹനം ഓടിക്കുന്നവരൊക്കെ ഒരുപക്ഷെ പല സ്കൂളുകളിലും ഉണ്ടാകും. നിലവിൽ പോലീസിൻ്റെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും തീരുമാനം എന്താണ്? ഇതുപോലെ പരിശോധന കൂടുതൽ ശക്തമാക്കുകയാണോ? ടോമേ, പത്തനംതിട്ടയിൽ ശക്തമായ രീതിയിലുള്ള പോലീസ് വാഹന പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. കാരണം ഈ കുട്ടികളെ കൊണ്ടുവന്ന വാഹനത്തിലെ ഡ്രൈവർമാർ കൃത്യമായി ഇത് പാലിക്കുന്നുണ്ടെന്ന് നോക്കാൻ വേണ്ടിയാണ് രാവിലെ തന്നെ പോലീസ് ഈ സ്കൂളിൽ കുട്ടികൾ എത്തുന്നതിന് മുമ്പ് തന്നെ വാഹനങ്ങൾ ഡ്രൈവർമാർ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ, വാഹനങ്ങൾ എടുക്കുന്ന സമയത്ത് തന്നെ വഴിയിൽ നിന്ന് പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. കാരണം ഇത്തരം ഒരു കാര്യം പരാതികൾ വ്യാപകമായി വരുന്നു എന്ന് കണ്ടുകൊണ്ട് തന്നെ മോട്ടോർ വാഹന വകുപ്പും അതുപോലെ തന്നെ പോലീസും സംയുക്തമായ ഒരു പരിശോധന നടത്തിയത്. കഴിഞ്ഞ ദിവസമാണ് കുട്ടികളുമായി വരുന്ന വണ്ടിയിൽ ഒരു ഡ്രൈവർ മദ്യപിച്ചു വരുന്ന ഒരു സാഹചര്യം പത്തനംതിട്ടയുണ്ടായി. ആ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തു. എന്തായാലും പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ട് പോലീസിന്റെ കേസെടുത്തതിന് ശേഷം മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് അത് പോലീസ് കേസ് ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായ നടപടിയിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് എത്തും എന്നുള്ളതാണ്. കാരണം ഒന്നിൽ ലൈസൻസ് റദ്ദാക്കുകയോ അല്ലെങ്കിൽ സസ്പെൻഷനിലേക്ക് കടക്കുകയോ ചെയ്യുന്നുള്ള പോലീസ് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് വലിയ ഗൗരവത്തോടു കൂടിയാണ് ഈ രണ്ട് വിഭാഗവും ഇത് കാണുന്നത്. കാരണം നമുക്കറിയാം, കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവരുടെ ജീവനാണ് ഈ വാഹനത്തിലൂടെ കൊണ്ടുവന്നത്. ആ തിരിച്ചു വരുന്നവരെ ഉള്ള ഉത്തരവാദിത്വം ഈ വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്കാണ്. ആ ഉത്തരവാദിത്വ ബോധം മറന്നുകൊണ്ട് മദ്യപിച്ച് വാഹനം ഓടിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ അപകടകരമായ കാര്യമാണ്. അത് വലിയ ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ്. സ്കൂൾ അധികൃതർ സാധാരണ ഡ്രൈവർമാരെ കർശനമായ നടപടിയാണ് ഇതുപോലെ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ആളുകൾക്കെതിരെ, പ്രത്യേകിച്ചും ബസ് ഡ്രൈവർമാർക്കെതിരെ, സ്കൂൾ ബസ് ഡ്രൈവർമാർക്കെതിരെ പോലീസും മോട്ടോർ വാഹന വകുപ്പും സ്വീകരിക്കേണ്ടത്. പാലക്കാട് മണ്ണാർക്കാട് ബാങ്കിൽ കവർച്ചാശ്രമം. ആര്യമ്പാവ് PNY സഭാ ബാങ്കിൽ പുലർച്ചെയായിരുന്നു കവർച്ചാശ്രമം. സംഭവസ്ഥലത്ത് നിന്ന് മുളകുപൊടി അടക്കമുള്ളവ കണ്ടെത്തി. ബാങ്കിൽ നിന്ന് പണം നഷ്ടമായില്ലെന്നാണ് പ്രാഥമിക വിവരം. പോലീസ് പരിശോധന തുടരുകയാണ്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഇതൊരു ബാങ്കിൽ പുലർച്ചെ കവർച്ചാശ്രമം നടക്കുന്നു, അവിടെ മുളകുപൊടി വിതറിയിട്ടുണ്ട്. നിലവിൽ പണമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഏതെങ്കിലും CCTVകൾ ഈ പ്രതികളുടെ അല്ലെങ്കിൽ ഈ മോഷണശ്രമം നടത്തിയവരുടെ ദൃശ്യങ്ങൾ മറ്റോ പതിഞ്ഞിട്ടുണ്ടോ? പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ്? ടോം, കൗണ്ടറിന്റെ മുകൾ ഭാഗത്തും ഒക്കെ ആയിട്ട് മുളക് പൊടി വിതറിയ നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. ജീവനക്കാരാണ് ഇന്ന് പുലർച്ചെ ബാങ്ക് തുറക്കാനെത്തിയ ജീവനക്കാരാണ് മോഷണം നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയത്. ഇന്ന് പുലർച്ചെയാണ് മോഷണശ്രമം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാട്ടുകൽ പോലീസാണ് ആ സ്ഥലത്ത് എത്തി അന്വേഷണം നടത്തുന്നത്. CCTV ഒക്കെ തകർത്ത നിലയിലാണ് കാണാൻ കഴിയുന്നത്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. നാട്ടുകൽ CIയുടെ നേതൃത്വത്തിലുള്ള സംഘം
അന്വേഷണം നടത്തുന്നുണ്ട്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് മോഷണം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആര്യമ്പാവിൽ പ്രവർത്തിച്ചു വരുന്ന PNY സഭയുടെ ഫിനാൻസ് ബാങ്കിലാണ് ഈ മോഷണ ശ്രമം നടന്നിട്ടുള്ളത്. എന്തായാലും അതിൽ നിന്നും പണം നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ്, വിലപിടിപ്പുള്ളതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ജീവനക്കാർ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് ഇവര് പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് സംഭവ സ്ഥലത്തെത്തി പരിശോധന തുടരുന്നത്. ഇപ്പോഴും പരിശോധന തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ മോഷണം നടത്തിയതാരെന്നോ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിവരങ്ങളൊന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല എന്നാണ് പോലീസ് ഭാഷ്യം. എന്തായാലും പോലീസ് അന്വേഷണം തുടരുകയാണ്. CCTV ദൃശ്യങ്ങൾ ലഭിക്കുന്ന അല്ലെങ്കിൽ അത് റിക്കവർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. CCTV നശിപ്പിച്ചിട്ടുണ്ട്, അതിൽ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടോ, പതിഞ്ഞ ശേഷമാണ് നശിപ്പിച്ചതെങ്കിൽ ഒരുപക്ഷെ അത് റിക്കവർ ചെയ്യാൻ കഴിയും. അതല്ല മോഷണ ശ്രമത്തിന് മുൻപ് തന്നെ അത്തരം ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതല്ലെങ്കിൽ ഈ CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങളിൽ നിന്നും മോഷ്ടാക്കളുടെ മുഖം വ്യക്തമാകുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നുണ്ട്. കാരണം CCTV പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ട നിലയിലാണ്. മണ്ണാർക്കാട് ഇത് നഗരപരിധിയിലുള്ള ബാങ്കിലാണോ ഈ കവർച്ചാശ്രമം ഉണ്ടായത്? എന്തുകൊണ്ടായിരിക്കാം മോഷ്ടാവ് ഇത് കവർച്ച നടത്താതെ പിന്നോട്ട് പോയത് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതാണ്. ഇവിടെ പോലീസിൻ്റെ രാത്രികാല പരിശോധനകളൊക്കെ ഉള്ള സ്ഥലമാണോ ഇത്? തീർച്ചയായിട്ടും ഉണ്ടാവും. രാത്രികാല പട്രോളിംഗ് ഒക്കെ ഉള്ള സ്ഥലം തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഈ ഒരു സംഭവം ഉണ്ടായത് ജീവനക്കാർ പുലർച്ചെയാണ് നടന്നത് എന്നുള്ളത് ജീവനക്കാരുടെ ഭാഷ്യമാണ്. പുലർച്ചെ ജീവനക്കാരെത്തി ഈ ബാങ്ക് തുറക്കാൻ എത്തുന്ന ജീവനക്കാരാണ് ഇത് കണ്ടെത്തിയതും. അത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. മുളക് പൊടി വിതറിയിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. അത് മാത്രമല്ല ഈ PNY ബാങ്ക് സഭാ ലിമിറ്റഡിന്റെ ബാങ്കിലാണ് മോഷണം നടത്തിയിട്ടുള്ളത്. ഇതിൽ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ കൗണ്ടറിലും അതുപോലെ മറ്റ് ഷട്ടറിൻ്റെ പൂട്ട് പൊളിച്ച ഭാഗത്തുമൊക്കെ മുളക് പൊടി വിതറിയിട്ടുണ്ട്. ഇത്തരം ഒരു സാഹചര്യം കൂടുതൽ സാങ്കേതിക തെളിവുകളോട് അല്ലെങ്കിൽ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ, അതായത് ഈ മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ വ്യക്തമായിട്ടില്ലെങ്കിൽ പോലീസിന് കൂടുതൽ ശാസ്ത്രീയ പരിശോധന നടത്തേണ്ടി വരും. എന്നിരുന്നാൽ പോലും വിലപിടിപ്പുള്ള ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ജീവനക്കാർ ഇത്തരത്തിൽ വ്യക്തമാക്കുന്നത്. ഇതിങ്ങനെ അതായത് ലോക്കറിന്റെ പൂട്ട് പൊളിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ അത് പരാജയപ്പെട്ടു എന്നാണ്. ഒരു പക്ഷേ ആരെങ്കിലും ഇത്തരം ടോം സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ടായിരിക്കാം ഇത് മോഷണം, അതായത് വിലപിടിപ്പുള്ള സാധനങ്ങൾ ബാങ്കിൽ കവർച്ചയ്ക്ക് കയറിയ ശേഷവും മോഷണം നടത്താതെ ഈ മോഷ്ടാക്കൾ പോയിരിക്കുന്ന സാഹചര്യം എന്തായിരിക്കാം എന്നുള്ള കാര്യം പോലീസ് പരിശോധിച്ച് വരുന്നുണ്ടാവും. ഒന്നുകിൽ ഈ പറഞ്ഞതുപോലെ ആരെങ്കിലും റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാകാം ഇത്തരത്തിലൊരു സംഭവം അവിടെ നടക്കുന്നുണ്ട്, മോഷണം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ബാങ്കിനുള്ളിൽ ആരോ കയറിയിട്ടുണ്ടെന്നുള്ള കാര്യം ആരെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. അത്തരം സാഹചര്യമാവാം. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവനക്കാരുടെ ഭാഷ്യം അനുസരിച്ചിട്ട് പുലർച്ചെ മോഷണം നടന്നു എന്ന് മാത്രമേ അറിയുന്നുള്ളൂ. ഈ പുലർച്ചെ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഇനിയും പോലീസിന് വ്യക്തതയില്ലാതെ ഇനി കൂടുതൽ പരിശോധനകൾ വേണ്ടിവരും. അതുപോലെ മോഷ്ടാക്കളിലേക്ക് എത്തുന്ന എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടോ, ആരായിരുന്നു എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തുന്ന സാഹചര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യം ഇനിയും പോലീസ് വ്യക്തമാക്കാനുണ്ട്. എന്തായാലും പോലീസ് പരിശോധന നടത്തി വരികയാണ് കേട്ടോ. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് മണ്ണാർക്കാടാണ് ബാങ്കിൽ കവർച്ചാശ്രമം ഉണ്ടായത്. നിലവിൽ പണമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പോലീസ് പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച രഞ്ജിതയ്ക്ക് യാത്രാമൊഴി നൽകി ജന്മനാട്. നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. വൈകിട്ടാണ് സംസ്കാര ചടങ്ങ്. നേരത്തെ മൃതദേഹം എത്തിച്ച ശേഷം പത്തനംതിട്ട പുല്ലാട് ശ്രീ വിവേകാനന്ദ സ്കൂളിൽ, അതായത് രഞ്ജിത പഠിച്ച സ്കൂളിൽ പൊതുദർശനം നടത്തിയിരുന്നു. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ പുല്ലാട് സ്കൂളിലെ പൊതുദർശനം പൂർത്തിയായോ? എപ്പോഴാണ് സംസ്കാര ചടങ്ങ്? ഏതാണ്ട് 1:15 സ്കൂളിലെ പൊതുദർശനം പൂർത്തിയായിട്ടോ. രാവിലെ ഏതാണ്ട് 10 മണിക്ക് ആരംഭിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ തിരുവനന്തപുരത്ത് നിന്ന് കൃത്യസമയത്ത് തന്നെ ഈ ആംബുലൻസ് പുറപ്പെടുകയും പോലീസ് എസ്കോർട്ടൊക്കെ ഉള്ളതുകൊണ്ട് അരമണിക്കൂർ മുന്നേ തന്നെ ഈ ഒരു സ്ഥലത്ത് പുല്ലാടേക്ക് ഈ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് എത്തുകയും ചെയ്തു. അവിടെ നിന്ന് ഏതാണ്ട് 1:15 വരെ പൊതുദർശനം ഉണ്ടായിരുന്നു. തുടർന്ന് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ വീട്ടിലാണുള്ളത്. വീട്ടിലെ ചടങ്ങുകൾ പരിപൂർണമായും സ്വകാര്യമായി അവർ ആ ചടങ്ങുകളെല്ലാം നടത്താൻ ആഗ്രഹിക്കുന്നു എന്ന് കുടുംബം അറിയിക്കുകയായിരുന്നു. അവിടെ
പൊതുജനങ്ങൾക്കോ മറ്റു മാധ്യമങ്ങൾക്കോ ഒന്നും തന്നെ അവിടെ അങ്ങനെ അതുകൊണ്ട് തന്നെ പ്രവേശനമില്ല. കാരണം ഈ കുട്ടികൾ അടക്കമുള്ളവർ, അമ്മ അടക്കമുള്ളവർ വീട്ടിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പുല്ലാട്ടേക്ക് സ്കൂളിലേക്ക് എത്തിയിരുന്നില്ല. ഈ വീട്ടിൽ അതുകൊണ്ട് തന്നെ ഇനിയുള്ള കുറെ സമയം ഉണ്ടാകും. ഏതാണ്ട് 4:30 സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകും. തീർത്തും വേദനാജനകമായ കാഴ്ചകളാണ് കണ്ടത്. പ്രത്യേകിച്ച് രാവിലെ മുതൽ തന്നെ ഒരുപാട് രഞ്ജിതയ്ക്കൊപ്പം പഠിച്ചവരും സുഹൃത്തുക്കളുമായിട്ടുള്ള പലരും വന്ന് വിങ്ങിപ്പൊട്ടിക്കൊണ്ട് പോകുന്ന കാഴ്ചയാണ് ഉള്ളത്. പക്ഷേ എല്ലാവരുടെയും മുഖത്ത് കാണാവുന്ന ഒരു വലിയ വേദന, അവസാനമായി ഒന്ന് കാണാൻ, ആ മുഖം പോലും കാണാൻ കഴിയുന്ന സ്ഥിതിയിലായിരുന്നില്ല മൃതദേഹം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പരിപൂർണമായും ഈ ഒരു മൃതദേഹ പേടകം മാത്രം ഫലത്തിൽ അവിടെ പ്രദർശിപ്പിക്കുന്നതിന് മുകളിൽ ചിത്രം വെച്ചുകൊണ്ടായിരുന്നു പൊതുദർശനം ഉണ്ടായിരുന്നത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി VN വാസവൻ മൃതദേഹത്തിൽ പുഷ്പാർച്ചന നടത്തുന്നു, പുഷ്പചക്രം സമർപ്പിക്കുകയും ചെയ്തു. നിരവധി രാഷ്ട്രീയ നേതാക്കൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളൊക്കെ തന്നെയും അവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചു. പത്തനംതിട്ട MLA ആന്റോ ആന്റണി, തിരുവല്ല പത്തനംതിട്ട MP ആന്റോ ആന്റണി, തിരുവല്ല MLA മാത്യു ടി തോമസ് ഉൾപ്പെടെ നിരവധി ആളുകൾ അവിടേക്ക് എത്തി അന്തിമോപചാരം അർപ്പിക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം, ഇന്ന് മാത്രമല്ല കഴിഞ്ഞ കുറേ ദിവസമായി ആ വീട്ടിലേക്ക് ഒരുപാട് ജനപ്രതിനിധികളും മതരാഷ്ട്രീയ നേതൃത്വവും എല്ലാം എത്തിയിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെ എത്തിയിരുന്നു. മന്ത്രി വീണ ജോർജ് എത്തിയിരുന്നു. വീണ ജോർജ് ഇന്നിപ്പോൾ വിദേശത്താണുള്ളത്, വിദേശ പര്യടനത്തിലാണ്. അതുകൊണ്ടാണ് മന്ത്രി VN വാസവനെ ഈ സംസ്ഥാന സർക്കാരിന്റെ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ചുമതല ഏൽപ്പിക്കുകയും ചെയ്തത്. എന്തായാലും വീട്ടിലിപ്പോൾ കുടുംബാംഗങ്ങളുടെ ഒപ്പമാണ് രഞ്ജിതയുള്ളത്. 4:30 സംസ്കാര ചടങ്ങ്. ശ്രീജിത്ത്, നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികൾ, മന്ത്രി VN വാസവൻ ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. വീട്ടിലേക്ക് മറ്റ് പൊതുപ്രവർത്തകരോ രാഷ്ട്രീയ നേതാക്കളോ ആരും എത്തുന്നില്ലേ? ഈ സംസ്കാര ചടങ്ങിൻ്റെ സമയത്ത് ഈ കുടുംബാംഗങ്ങൾ മാത്രമായിരിക്കുമോ ഈ ചടങ്ങിൽ പങ്കെടുക്കുക? തീർച്ചയായും അങ്ങനെയാണ് അവർ അറിയിച്ചിരിക്കുന്നത്. ഏതെങ്കിലും നേതാക്കൾ എത്തുമോ എന്നറിയില്ല. റാന്നി MLA പ്രമോദ് നാരായണൻ അല്പസമയം മുമ്പ് വീട്ടിലേക്ക് പോയിരുന്നു. പക്ഷേ കുടുംബം അറിയിച്ചിരിക്കുന്നത് അവർക്ക് തീർത്തും സ്വകാര്യമായി നടത്തണം ഈ ചടങ്ങുകൾ. ഈ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അതുകൊണ്ടാണ് അധിക സമയം കൊടുത്തത്. ഏതാണ്ട് 1:30 വരെയുള്ള സമയം പൊതുദർശനത്തിനായി നൽകുകയും ചെയ്തിരുന്നു. ഇടയ്ക്ക് മഴ പെയ്ത്, ഏതാണ്ട് മൃതദേഹം എടുക്കുന്ന സമയത്തൊരു മഴ പെയ്തതുകൊണ്ടാണ് അവിടെ ആ ഒരു സമയം കൊണ്ടാണ് ഏതാണ്ട് 1:15 തന്നെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. വീട്ടിൽ സൗകര്യങ്ങൾ അല്പം കുറവാണ്. അവിടെ പുതുതായി വെച്ച രഞ്ജിതയുടെ വീട്ടിനുള്ളിലാണ് മൃതദേഹം കിടത്തിയിരിക്കുന്നത്. രഞ്ജിതയുടെ വലിയ സ്വപ്നമായിരുന്നു ആ വീട്. ഈ മാസം 28-ന് പാലുകാച്ചൽ നടത്താൻ കുടുംബങ്ങളോട്, അമ്മയോടും 2 മക്കളോടും നിർദ്ദേശിച്ച ശേഷമാണ് രഞ്ജിത മടങ്ങിയത്. അതൊരു മടക്കമില്ലാത്ത യാത്രയായി ഫലത്തിൽ മാറുകയാണ്. ജീവനറ്റ ശരീരമായി രഞ്ജിത ഇന്ന് ആ വീടിനുള്ളിലേക്ക് വന്ന് എത്തുന്ന ഒരു അത്യന്തം സങ്കടകരമായ സാഹചര്യം. പ്രത്യേകിച്ച് ഒരുപാട് സങ്കീർണതകളിലൂടെയായിരുന്നു ആ കുടുംബം കടന്നുപോയിരുന്നത്. പ്രത്യേകിച്ച് ഈ DNA പരിശോധന പരിശോധിച്ച് അങ്ങനെ കൃത്യമായ വിവരം ലഭിക്കാൻ കഴിയുന്ന തക്കവണ്ണമായിരുന്നില്ല ശരീരങ്ങളുടെ പലതിന്റെയും അവസ്ഥ. അതുകൊണ്ട് തന്നെ രഞ്ജിതയുടെ തന്നെ അമ്മയുടെ സാമ്പിൾ കൂടി എടുത്ത് വീണ്ടും പരിശോധന നടത്തിയപ്പോഴാണ് ഇതിലൊരു അന്തിമമായ വ്യക്തത ഒക്കെ വരികയും ഇന്നലെ വൈകുന്നേരത്തോടെ മൃതദേഹം തിരിച്ചറിയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും അതാണ് വളരെ പെട്ടെന്ന് തന്നെ പിന്നീടുള്ള നടപടിക്രമങ്ങൾ വളരെ പെട്ടെന്നാണ്. രാത്രി തന്നെ മൃതദേഹം തിരുവനന്തപുരത്തേക്ക് അയക്കുന്നു. അങ്ങനെ അഹമ്മദാബാദ്, ഡൽഹി, തിരുവനന്തപുരം വിമാനത്തിലാണ് രാവിലെ ഏതാണ്ട് 7 മണിയോടുകൂടി മൃതദേഹം എത്തിയത്. അവിടെ സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി GR അനിലും മന്ത്രി V ശിവൻകുട്ടിയും മൃതദേഹം ഏറ്റുവാങ്ങി. CPIMന്റെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി, സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ ഉൾപ്പെടെ നിരവധി നേതാക്കൾ അവിടെ എത്തി വിമാനത്താവളത്തിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. മുൻമന്ത്രി കോട്ടയം MLA കൂടിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലുള്ളവരും അവിടെ എത്തി. ജോസഫ് പുതുശ്ശേരിയെ പോലുള്ള പ്രാദേശിക നേതാക്കൾ, ഇവിടെ ഈ രഞ്ജിതയുടെ നാട്ടിലുള്ള നേതാക്കളും അവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് വളരെ വേഗത്തിലായിരുന്നു പിന്നീടുള്ള നടപടികൾ. ഒരുപക്ഷെ മറ്റു മന്ത്രിമാർക്കൊക്കെ നിശ്ചയിക്കപ്പെട്ട പരിപാടികൾ പലതും ഉള്ളതുകൊണ്ടാണ്. അതല്ലെങ്കിൽ കുറച്ചുകൂടി അത്തരം ആളുകൾ കൂടി എത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല ഇന്ന് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ പെട്ടെന്ന് ഇത്രയും ദിവസമായതാണ്, 10-ാം തീയതിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഇത്രയും ദിവസമായ മൃതദേഹമാണ്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ സമയം പിന്നീട് വെച്ചുകൊണ്ടിരിക്കാനും കഴിയുന്ന ഒരു സാഹചര്യമല്ല. പക്ഷേ നാട്ടുകാർ, അത് രഞ്ജിതയെ അറിയുന്നവർ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, രഞ്ജിതയെ അറിയാത്തവർ. കാരണം ഈ അഹമ്മദാബാദ് ദുരന്തം അത്രയും വലിയൊരു ദുരന്തമാണ്. മനുഷ്യന്റെ മനസ്സിനെ ഉലച്ച ഒരു ദുരന്തമാണ്. അതുകൊണ്ട് തന്നെ കേട്ടറിവുള്ളവർ
ഈ സംഭവം ഇന്ന് ഇങ്ങനെയുണ്ട് എന്ന് അറിഞ്ഞവർ അങ്ങനെ ഒരുപാട് മനുഷ്യർ അവിടേക്ക് എത്തിച്ചേർന്നു. ഏതാണ്ട് 1.25 വരെയും അത്രത്തോളം മനുഷ്യരുടെ വലിയ തിരക്കാണ് പുല്ലാട് ഗവൺമെന്റ് ശ്രീ വിവേകാനന്ദ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ ഏറെ സങ്കടകരമായ കാഴ്ചയാണത്. കാരണം ഈ രഞ്ജിതയുടെ മരണം ഒരു നാടിനെയും കുടുംബാംഗങ്ങളെയും ആ കുഞ്ഞുങ്ങളെയൊക്കെ ഏറെ വേദനിപ്പിച്ചു. അവരുടെ കുഞ്ഞുങ്ങളുടെ അനാഥരാകുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ അതൊക്കെയാണ് ഈ നാടിനെ സംബന്ധിച്ചേറെ സങ്കടപ്പെടുത്തുന്ന കാര്യം. എന്തായാലും ഒരു നാട് മുഴുവൻ ജന്മനാട് രഞ്ജിതയ്ക്ക് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച രഞ്ജിതയ്ക്ക് യാത്രാമൊഴി നൽകുകയാണ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.